ആകെ ബാങ്കിൽ കിടക്കുന്നത് 2 ലക്ഷം രൂപയാ. അതിൽ നിന്ന് ഒരു പൈസ ഞാൻ എടുക്കില്ല. ചേച്ചി, ഇതൊരു മറിവിനാ. ഇപ്പൊ തന്ന അടുത്ത മാസം പലിശ അടക്കം തിരിച്ചു തരും. തരും. കൊണ്ടുപോയാട്ടോ ആശേ. മിണ്ടിപ്പോകരുത്, കൊന്നുകളെ. നീയോ? അതും എന്നെയോ? മുത്തശ്ശനല്ല, എന്നെ. കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നുകളെ. ആർക്കാ നീ കാശ് കൊടുക്കാനുള്ളത്? പറ, ഏത് ഏടാ കൂടത്തിലാ നീ ചെന്ന് ചാടിയത്? ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു സേട്ടുനോട് കുറച്ച് കാശ് മേടിച്ചിരുന്നു, ഒരാളെ എത്തിച്ചു കൊടുക്കാൻ അഡ്വാൻസ് ആയിട്ട്. അത് ചെലവായി പോയി. കൊടുത്തില്ലെങ്കിൽ കുടുംബടച്ച് പണി കിട്ടും. നീ എന്റെ മുഖത്തൊന്ന് നോക്കി. ആരെയാ നീ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? അതൊരാളെ. ചേച്ചി അറിയില്ല? മൈനെ കാണാതായതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഏയ് ഇല്ല. എത്തിച്ചു കൊടുക്കാത്തോണ്ടല്ലേ അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. പിന്നെങ്ങനാ? എനിക്ക് നിന്നെ സംശയമുണ്ട് അർജുന, പണ്ടേ സംശയമുണ്ട്. സംശയമൊക്കെ അവിടെ നിക്കട്ടെ, അത് നമുക്ക് സംസാരിച്ച് തീർക്കാൻ ഇഷ്ടംപോലെ സമയമില്ലേ? ഇപ്പൊ കാശ് തരുമെന്ന് പറ. തലയ്ക്ക് മേളിൽ വടിവാള് വന്ന് നിക്കുക. തരുമെന്ന് പറ. എന്റെ കഷ്ടകാലത്തിനാ നീ എന്റെ അനിയനായിട്ട് ജനിച്ചത്. അപ്പൊ തരുമല്ലേ? 1 മാസത്തെ അവധിയുണ്ട്, അതിനുള്ളിൽ തിരിച്ചു തരണം. എന്തിനാടാ നീ ആ പാവത്തിനെ പറ്റിക്കണേ? ഇയാൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇയാളോ? ഇത്തരം സന്ദർഭങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കാം. ദൈവമേ. ജമാലിന് എങ്ങനെ ഈ തിരുനെൽവേലിക്കാരുമായുള്ള കണക്ഷൻ? അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലപ്പാ, വർഷം 10-15 അവരെങ്ങനെ രഹസ്യമായി തന്നെ വെക്കുവോ? സംശയം എന്താ? ഇക്കാലത്തിനിടയില് കച്ചവടം എത്ര നടത്തിയിരിക്കുന്നു. ഒരിക്കൽ പോലും ഒരു ന്യൂസും പുറത്തു പോയിട്ടില്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കച്ചവടം, ആരും അറിയാതെ രഹസ്യ കച്ചവടം. സഹായിക്കാമോ? സഹായിക്കാം, പക്ഷേ തിരിച്ചും ചോദിച്ചോട്ടെ, നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നെ വിശ്വസിക്കാം. ഞാൻ എന്റെ ഭാര്യയല്ലാതെ വേറെ ആരെയും വഞ്ചിച്ചിട്ടില്ലടോ. ഞാൻ ഏറ്റതാ, പറഞ്ഞതാ. എന്നാ ഞാനും ഏറ്റതാ. നിങ്ങളുടെ ഡീല് പറ. ഇവിടുന്ന് കൊണ്ടുവന്ന കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. എന്നാലും ഒരു കച്ചവടം ആവുമ്പോ കുട്ടികളെ പല സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി കയറ്റി അയക്കുക. ബീഹാറിലൊക്കെ തോട്ടങ്ങളിലേക്ക് കുട്ടികൾ ആവശ്യത്തിന് തികയാതിരിക്കുക. എന്നാൽ ഞാൻ ഇനി ഒരു ബിസിനസ് പറയാം. 6 വയസ്സായ ഒരു പെൺകുട്ടിയെ ഇവിടുന്ന് കയറ്റി അയക്കണം. പിന്നെ എവിടെ അന്വേഷിച്ചാലും പൊടി പോലും കാണരുത്. കൊണ്ടുവന്ന് തരുമോ അതോ ഞാൻ റിസ്ക് എടുക്കണോ? റിസ്ക് എടുക്കണം. കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം. ഇവിടെ ഹോളി ഫാമിലിയിലാണ് പഠിക്കുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഒക്കെ നല്ല അവസരമാണ്. ആരെ കുട്ടിയാ? അതൊക്കെ ഇത്തിരി വഴിവിട്ട ബന്ധമാ, നീ അറിയണ്ട. കാര്യം നടക്കുമോന്ന് പറ. കാര്യം നടക്കും, പക്ഷേ വലിയ പിടിപാടുള്ളവരുടെ കുട്ടിയാകരുത്. പിടിപാടൊന്നുമില്ല. കാണാതായ കഷ്ടി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കും. അല്ലാതെ മോളിൽ നിന്ന് പ്രഷറൊന്നും ഉണ്ടാകുകയില്ല. നമ്മൾ കടത്തിക്കൊണ്ട് പോയാൽ പിന്നെ പ്രഷർ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ നീ കാറിലോട്ട് കയറ്. കുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഞാൻ തരാം. നീ ഇങ്ങനെ പരിഭ്രമിക്കാൻ മാത്രം അവരെന്താ പറഞ്ഞേ? വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഒരു കണക്കിന് ചേച്ചിയോടൊക്കെ ചോദിച്ച് കാശിനുള്ള വഴി കണ്ടെത്തിയതാ ഞാൻ. ഇപ്പൊ അവർക്ക് വേണ്ടെങ്കിൽ നന്നായില്ലേ? നീ ഇതെന്തറിഞ്ഞിട്ടാ അർജുന ഈ പറയുന്നേ? പണം അങ്ങനെ ചുമ്മാ കളയുന്നവരല്ല അവര്. അവർക്ക് ആവശ്യം തന്ന കാശിനും ഇനി തരാനുള്ള കാശും ചേർത്തുള്ള ഉരുപ്പടിയാ. എന്ന് വെച്ച മൈന അവർക്ക് വേണ്ടത്. ഇങ്ങനെ മോഹിക്കാൻ മാത്രം മൈന എന്താ അപ്സരസോ? ഒരു ആവറേജ് ലുക്കിനപ്പുറം എന്താ അവൾക്കുള്ളത്? അത് നീ അവരോട് ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അതിലും നല്ലൊരു പെണ്ണിനെ നീ കൊണ്ടുവന്ന് കൊടുക്കണം. എനിക്കതാണോ പണി? വേണു, ഞാൻ മുമ്പേ പറഞ്ഞത് എനിക്ക് ദല്ലാൽ പണി പറ്റില്ലെന്ന്. ഞാൻ ഈ ഇന്റർനാഷണൽ തരികിടക്ക് നിർത്തുക, പക്ഷെ അവര് സമ്മതിക്കണ്ടേ? ഞാനൊരു കാര്യം പറയാം. അവന്മാരെ വിളിച്ചിറക്കി ചെവിക്കല്ല് നോക്കി 2 കൊടുത്ത് പറഞ്ഞു വിടണം.
വേണു എന്റെ കൂടെ നിന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. അർജുന, നീ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. നീ ഇട്ടാവട്ടത്തിലുള്ള ചട്ടമ്പിമാരെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കൊട്ടേഷൻ ടീമുകളെ. അതിനപ്പുറത്തേക്കുള്ള ലോകം നിനക്കറിയില്ല. എന്തറിയാനാ, കൂടി വന്നാ കൊന്നുകളയും. മരിക്കാൻ പേടിയില്ലെങ്കിൽ ആര് വന്നാലെന്താ? പകപോക്കലും കൊല്ലലും ചാവലും ഒക്കെ ഇവിടെ ഉള്ളതല്ലേ. ഇതങ്ങനെയല്ല, നിരന്തരം ടോർച്ചറിങ് ആയിരിക്കും. നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും. നീ മരിക്കാൻ വരെ തയ്യാറായിരിക്കും. പക്ഷെ നിന്റെ മുമ്പിൽ വെച്ച് നിന്റെ വീട്ടുകാരെ ഉപദ്രവിച്ച നീ എന്ത് ചെയ്യും? കൊന്നുകളയും. എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല, നഷ്ടപ്പെടാനുമില്ല. ഞാൻ വേണമെങ്കിൽ നിനക്ക് പകരം അവരോട് സംസാരിക്കാം. വേണ്ട, ഒരുപാട് വേരുകളുള്ളൊരു ഗ്രൂപ്പാ, ചെന്ന് ചാടിക്കൊടുക്കണ്ട. കോംപ്രമൈസ് ചെയ്യാമെന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ട്. ഓർമ്മയുണ്ടോ എന്നെ? അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്നെ? അന്ന് ആശുപത്രിയിൽ വെച്ച്. അത് തന്നെ. അയ്യടാ, അന്ന് പിന്നെ ഒന്നും പറയാതെ പോയതെന്താ? ഞാൻ അവിടെ എല്ലായിടത്തും നോക്കി. അത് പിന്നെ ഞാനത് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നേ. അപ്പൊ തന്നെ പോവുകയും ചെയ്തു. മോൻ എന്താ ഇവിടെ? അത് പിന്നെ ഞാനീ എനിക്ക് ഈ സ്റ്റൗ റിപ്പയറിംഗാ പണി. അല്ല, സ്റ്റൗവിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെങ്കിലും ഇടയ്ക്ക് ഈ ബേണർ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഗ്യാസ് തീരാറാകുമ്പോ ഫ്ലെയിം ആയിട്ട് കത്തുന്നില്ലേ, അത് അപകടമാ. ആണോ? എന്നാ മോൻ വാ. അതാ പറഞ്ഞേ. എന്താ ഉദ്ദേശം? ഒന്നുമില്ല, കാണണോന്ന് തോന്നി, സുഖാണോന്ന് അറിയണോന്ന് തോന്നി. കുഴപ്പമുണ്ടോ മോനെ? ചെറുതായിട്ട്. സ്റ്റൗ നന്നാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അതിനുവേണ്ടി ഇവിടെ വരരുത്. വന്നുപോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റൗ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പൊക്കോളാം. കുഴപ്പമൊന്നുമില്ല. ആവശ്യമില്ലാതെ ഇങ്ങനെ വീട്ടിലേക്കുള്ള വരവ് ഒഴിവാക്കണം. ഒഴിവാക്കാം. അമ്മേ, ഒരു തുണി എടുക്കാമോ? കയ്യൊന്ന് തുടയ്ക്കാം. ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ല, ഇവിടെ സുഖാണോന്ന് അറിയാൻ വന്നതാ. സുഖമാണ്, പക്ഷെ എന്നെക്കാൾ സുഖമായിട്ട് മാനസ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കാണാൻ ഇനി വരരുത്. ആരാ പറഞ്ഞേ ഞാൻ നിന്നെ കാണാൻ വന്നതാന്ന്? ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വന്നതാ. അതിന്റെ അച്ഛൻ ഞാനല്ലാന്ന് നീ ഒരു തവണയെങ്കിലും പറ, പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. അമ്മേ, ഈ സ്റ്റവിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നുണ്ട്. നന്നായിട്ടിരിക്കണം, അത് എന്റെ പ്രാർത്ഥനയാ. സ്റ്റൗ നന്നായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന പിള്ളേരുണ്ട് ഇക്കാലത്ത്.
നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിലേ നമുക്കിപ്പോ ദോഷ സമയമാ. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. പോമഴികൾ ഉണ്ടാവും. എന്തു പോംവഴി? അംബികയെ ഡിവോഴ്സ് ചെയ്യാൻ വേണു തയ്യാറാവില്ല. അവൾ ഒറ്റയ്ക്ക് കേസ് ഫയൽ ചെയ്താൽ നമ്മളെല്ലാം കോടതി കയറേണ്ടി വരും. ആ വക്കീല് പറഞ്ഞിട്ട് പോയതുപോലെ ഗാർഹിക പീഡനത്തിന്. അതൊന്നും വേണ്ടി വരത്തില്ല മോളെ. ഈ കേസും കോടതിയൊന്നും ഇല്ലാതെ അംബിക കരഞ്ഞു തളരുന്ന നീ കണ്ടു. ഒന്നിയിൽ അവസാനം അവൾക്ക് വട്ടാവും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. അങ്കിൾ എന്താ കണക്കൂട്ടുന്നത്? നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ, അവളുടെ മോള് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. എന്തായി? കടത്തും. പെങ്കൊച്ചിനെ ഇവിടുന്ന് കടത്തും. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. വിശ്വസിക്കാവുന്ന ആൾക്കാരാണോ? അതേ മോളെ, ബാലവേലയ്ക്ക് കുട്ടികളെ പല സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുന്ന ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഇവിടുത്തെ ഡീലറുമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുറപ്പിച്ചു. കുട്ടിയെ അവര് കൊണ്ടുപോകും. അപ്പോ അങ്കിള് പറഞ്ഞത് ശരിയാവും. അംബിക കരയും. കരച്ചിലടങ്ങാതെ മരിക്കും, അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ അലയും. അംബികയ്ക്കെതിരെ എന്ത് ചെയ്യാൻ പോവുക നിങ്ങൾ? ഒന്നുമില്ല. ഒന്നുമില്ല ആന്റി. പിന്നെ അംബിക കരയും ഭ്രാന്ത് പിടിച്ച് മരിക്കുമെന്നൊക്കെ പറഞ്ഞതോ? അത് പിന്നെ കേസ് ഒറ്റാലത്തെ കാര്യം അങ്ങോട്ട് പറഞ്ഞതാ. പെണ്ണെ, ഇയാളുടെ വാക്ക് കേട്ട് നീ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട നിന്റെ അവസാനമായിരിക്കും അത്. ഈ മനുഷ്യൻ നശിപ്പിച്ചിട്ടേ ഉള്ളൂ, ആരെയും നന്നാക്കിയിട്ടില്ല. ഹരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫയലുകളൊക്കെ ഓഫീസിൽ വെച്ച് നോക്കണമെന്ന്. ബെഡ്റൂമിലെങ്കിലും ഈ ഒഫീഷ്യൽ കാര്യങ്ങൾ വിടണം. നിന്റെ അച്ഛൻ ആളെങ്ങനെയാ? എന്താ? നിന്റെ അച്ഛൻ ആളെങ്ങനെയാന്ന്? കൈക്കൂലിയും കള്ളത്തരമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. വേറെന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഉണ്ടോ? ഈ പറഞ്ഞ ഒരു ചീത്ത സ്വഭാവം എന്റെ അച്ഛനില്ല. ഇല്ലെങ്കിൽ നന്നായി. ഉണ്ടെങ്കിലേ അകത്ത് പോകും. എന്റെ അച്ഛനെന്തിനാ അകത്ത് പോന്നേ? ഇതിലെന്തോ ചതിയുണ്ടല്ലോ. എന്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? എന്താ കാര്യമൊന്ന് പറ ഹരി. കിളിമാനൂരിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ദിവസങ്ങളോളം പീഡിപ്പിച്ച കേസിലെ പ്രതികളെ തപ്പിക്കൊണ്ടിരിക്കുക. ആ പെണ്ണിന്റെ മൊഴിയില് നിന്റെ അച്ഛന്റെ ചില അടുത്ത കൂട്ടുകാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നിന്റെ അച്ഛന്റെ പാർട്ടിയിലുള്ളവരാ. നിന്റെ അച്ഛനും പെട്ടുപോകുന്നറിയാൻ ചോദിച്ചതാ. ഹരിക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. എന്റെ അച്ഛൻ ഒരു ജെന്റിൽമാനാ, ഇത്തരം വൃത്തിയോടൊന്നും പോവില്ല. എന്തായാലും ചോദ്യം ചെയ്യേണ്ടി വരും. എന്റെ അച്ഛനെയോ? അങ്ങോട്ട് ചെല്ല്, അച്ഛൻ നിന്ന് തരും ചോദ്യം ചെയ്യാൻ. ചെല്ലുന്ന എസ് പിക്ക് സസ്പെൻഷനോ ഡിസ്മിസലോ ഏതാന്ന് തീരുമാനിച്ചാ മതി. ആണോ? എന്നാ പിന്നെ ഞാൻ തന്നെ ചോദ്യം ചെയ്യാം. എന്താ സംഭവിക്കുന്നത് അറിയണമല്ലോ. ദേ ഹരി, ഇത് വേണ്ട കേട്ടോ. പറഞ്ഞു ഒന്ന് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ചതിയാണെന്ന്. ചോദ്യം ചെയ്യുന്ന എങ്ങനെ ചതിയാവും? നിരപരാധിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അച്ഛനെ ഏതോ കള്ളക്കേസിൽ കൊടുക്കാനുള്ള പരിപാടിയല്ലേ ഇത്? എനിക്കറിയാം. ഒരു കള്ളക്കേസുമില്ല. എല്ലാവരെയും ചോദ്യം ചെയ്യുന്നതിന്റെ കൂടെ നിന്റെ അച്ഛനെയും ചോദ്യം ചെയ്യും. പിന്നെ നീ പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ ജെന്റിൽമാൻ ആണെങ്കിൽ പേടിക്കുന്നതിന്? ഇനി അതല്ല, ഇത്തരം പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നെങ്ങാനും അറിഞ്ഞ പണി തീരും. പണി തീർക്കും പോലീസുകാരെ. എന്താ മോളെ? അമ്മേ, ഗോപമോൾ ഇതുവരെ എത്തിയില്ല. സ്കൂൾ ബസ് വൈകുന്നായിരിക്കും. അല്ല, ബസ് പോയി. അയ്യോ, മോള് പിന്നെ എവിടെ പോയി? മോള് വണ്ടി കയറിയിട്ടില്ലെന്നാ പറഞ്ഞത്. മുമ്പൊരിക്കൽ ഇതുപോലെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ച വണ്ടി പോയതാ. അന്ന് സ്കൂളിൽ ചെന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കൊണ്ടുവരുന്ന ആയമാരുടെ ഉത്തരവാദിത്വമല്ലേ? അതെ, പക്ഷെ ചിലത് നേരത്തെ പാരന്റ്സ് ചെന്ന് വിളിച്ചോണ്ട് പോരും. സ്കൂൾ ഓഫീസിലെ രജിസ്റ്റർ എഴുതി കൊടുത്താൽ മതി. അവരായിക്കും മറ്റും ലിസ്റ്റ് കൊടുക്കണമെന്നാ ചട്ടം. ശ്രദ്ധിച്ചു കാണില്ല. ഞാനൊന്ന് സ്കൂൾ വരെ പോയിട്ട് വരാം. അല്ല, ഒന്ന് വിളിച്ചു നോക്കിട്ട് പോയാ പോരെ? ഓ, വിളിച്ചാ പിന്നെ അവര് 100 കൂട്ടം ചോദ്യങ്ങളാ. അടുത്തല്ലേ, ഞാൻ പോയിട്ട് വരാം.
അവര് കൊണ്ടുപോകും. അപ്പോ അങ്കിള് പറഞ്ഞത് ശരിയാവും. അംബിക കരയും, കരച്ചിലടങ്ങാതെ മരിക്കും, അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ അലയും. അംബികയ്ക്കെതിരെ എന്ത് ചെയ്യാൻ പോവുക നിങ്ങൾ? ഒന്നുമില്ല. മോളെ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും. ജമാല് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ആരെങ്കിലും കണ്ടുപിടിച്ച അയാൾ അങ്കിളിന്റെ പേരെങ്ങാനും പറയൂ. കണ്ടുപിടിച്ചിട്ട് വേണ്ടേ? എന്റെ ഊഹം ശരിയാണെങ്കിൽ കുട്ടി ഇപ്പൊ അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞാ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റുകയില്ല. ആരെ? രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? ഓ, കേസിന്റെ കാര്യം പറഞ്ഞാന്നേ. നല്ല വക്കീലിന്റെ കയ്യിൽ കേസ് കിട്ടിയാലേ ദൈവം തമ്പുരാൻ പോലും രക്ഷിക്കാൻ പറ്റുകയില്ലെന്ന്. ഞാൻ വിചാരിച്ച അംബികയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതാണെന്ന്. എന്താ ആന്റി, എന്തു പറ്റി? ഗോപുമോൾ ഇതുവരെ സ്കൂൾ വിട്ട് വന്നിട്ടില്ല. അയ്യോ, അതെന്ത് പറ്റി? അറിയില്ല, സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല. പാവം അംബിക കരഞ്ഞോണ്ട് സ്കൂളിലേക്ക് പോയി. കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം നിങ്ങളെ. നീ എന്താ സാവിത്രി പറയുന്നേ? ഞങ്ങൾ എന്തിനാ? അതെനിക്കറിയില്ല. പക്ഷെ അംബിക കരഞ്ഞു കാണാനും ഭ്രാന്ത് പിടിച്ചു കാണാനും മരിച്ചു കാണാനും ആഗ്രഹിച്ചത് നിങ്ങളാ. എന്ന് വെച്ച് മോളെ തട്ടിക്കൊണ്ടുപോകാനോ? അങ്ങനെ ആരെങ്കിലും ചെയ്യൂ ആന്റി? ചെയ്യും. എന്ത് ക്രൂരതയും ഈ മനുഷ്യൻ ചെയ്യും. പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും മനസ്സറിവ് അരവിന്ദേട്ടനുണ്ടെങ്കിൽ. ഇല്ലെന്നേ, ഞാൻ നിരപരാധിയാ. ആയാ നല്ലത്. ഇല്ലെങ്കിലേ ഇന്നു മുതൽ നിങ്ങളുടെ ശത്രു ഞാനായിരിക്കും. സിസ്റ്ററെ, എന്റെ മോൾ എവിടെ? ഞാൻ ഇനി നോക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഞങ്ങളും സ്കൂളും പരിസരവും മുഴുവൻ നോക്കി, കണ്ടില്ല. മക്കളെ സ്കൂളിലേക്ക് വിട്ടാ കൂടെ വന്നിരിക്കാൻ പറ്റുമോ മാതാപിതാക്കൾക്ക്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല സിസ്റ്ററെ? ഉണ്ട്, പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അസംബ്ലി ഹാളിന് അരികിലൂടെയാണ് പുറത്തേക്കുള്ള വഴി. എല്ലാ കുട്ടികളും പോകുന്ന കൂടെ ഗോപികയും പുറത്തിറങ്ങി എന്നാണ് ക്ലാസ് ടീച്ചർ പറഞ്ഞത്. അസംബ്ലി ഹാള് കഴിഞ്ഞ കഷ്ടി 100 മീറ്ററേ ഉള്ളൂ സ്കൂൾ ബസ് കിടക്കുന്നിടത്തേക്ക്. അങ്ങോട്ടേക്ക് സ്ഥിരമായി കുട്ടികൾ ഒരുമിച്ച് പോകാറാ പതിവ്. ഒരിക്കലും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞത് ഒരു വാനിൽ കയറി പോയെന്നാണ്. ആർക്കും വേറെ ഒന്നും അറിയില്ല. ആരാ വാനിൽ വരാൻ? ഞങ്ങൾക്ക് ഇങ്ങനെ സ്വന്തക്കാരോ ബന്ധുക്കളോ ആരുമില്ല. എന്റെ മോൾ ആരോ മനഃപൂർവ്വം കൊണ്ടുപോയത്. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ മോളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ശാന്തമായിട്ടിരിക്കേ. നമുക്ക് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിലൊന്ന് അന്വേഷിക്കാം. എന്നിട്ട് പോലീസിൽ അറിയിക്കാം. പ്രാർത്ഥിക്കുക, ദൈവം നമ്മെ കൈവിടില്ല. എന്തായടാ, കിട്ടിയോ? ഇല്ല. നീ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്താ സംഭവിച്ചത്. ഫോണിലൂടെ പറയാൻ പറ്റാത്തോണ്ടാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. നീ കാര്യം പറഞ്ഞ മാലെ. സ്കൂൾ വിട്ട സമയത്ത് ഞാൻ അവിടെ ചെന്നതാ. പക്ഷെ എന്റെ കൈയെത്തുന്ന മുമ്പ് കുട്ടി കൈവിട്ടു പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് സ്കൂൾ വിട്ട സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നു. കൃത്യം നിങ്ങൾ പറഞ്ഞ സ്കൂൾ ബസിന്റെ മറവിൽ ഞാൻ കാത്തു നിന്നു. അപ്പൊ കൃത്യമായി കുട്ടികളുടെ ഇടയിലൂടെ നിങ്ങൾ പറഞ്ഞ കുട്ടിയും വരുന്നുണ്ട്. ഞാൻ തയ്യാറായിട്ട് നിന്നു. പെട്ടെന്ന് വാരിയെടുത്ത് വാനിലിട്ട് കൊണ്ടുപോകാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അത് നടന്നേനെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് മുമ്പ് ഒരു ട്രാവലർ വന്നു നിന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അത് കടന്നു പോവുകയും ചെയ്തു. നോക്കിയപ്പോ കുട്ടിയെ കാണാനില്ല. അപ്പൊ വേറെ ആരോ കൊണ്ടുപോയോ? കൊണ്ടുപോയി. ചില സിനിമകളിൽ കാണുന്ന പോലെ തട്ടിക്കൊണ്ടുപോയി.
ഈശ്വര, അതാരാ? അറിയില്ല. ആരായാലും നമ്മുടെ നീക്കങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കാന്ന് വെച്ചാ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കാ ജമാലെ. പേടിപ്പിച്ചല്ല, എന്തായാലും ഒരു മുൻകരുതൽ നല്ലതല്ലേ. ഞാൻ ഏതായാലും 2 ദിവസത്തേക്ക് മാറിയിരിക്കാം. കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ.